എല്ലാവർക്കും ബിപ്പി സോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു റെസിപ്പിയുമായിട്ടാണ്. ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ബൗൾ നിറയെ ചോറെടുത്തിട്ടുണ്ട്. ഏതരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതേ ബൗളിൽ അര ബൗള് റവയും അര ബൗള് ഗോതമ്പ് പൊടിയും വേണം. അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അളവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കപ്പ് ചോറിന് അര കപ്പ് ഗോതമ്പ് പൊടിയും അര കപ്പ് റവയും വേണം. ഇനി 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവ ആയാലും കുഴപ്പമില്ല. പക്ഷേ അര കപ്പിലും താഴ്ന്നു പോകാൻ പാടില്ല. ചോറ് വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ട് അതുണ്ടാക്കി കഴിയുമ്പോൾ പലഹാരം ഉണ്ടാക്കി കഴിയുമ്പം റവയുടെയും ഗോതമ്പ് പൊടിയുടെയൊക്കെ അളവ് കുറവാണെങ്കിൽ അപ്പടി കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ്. ഇനി അര ബൗള് തൈര് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഒത്തിരി വല്ലാതെ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ തൈരിൻ്റെ പുളി മുമ്പിൽ നിൽക്കും. അതുകൊണ്ടാണ്. പിന്നെ ഒരു ബൗള് നിറയെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ തൈരെടുത്ത ബൗളാകുമ്പം ആ ബൗളിൽ തൈരിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിലേക്ക് തന്നെ ഒരു നിറയെ വെള്ളം ഒഴിച്ചിട്ട് മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചോറും പൊടിയും ഒക്കെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡിൽ ചിലപ്പം പറ്റി പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിനെ ഞാനിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ പല ചോറിനും പല രീതിയിലായിരിക്കും വെള്ളം വേണ്ടത്. അപ്പം നിങ്ങൾ അരയ്ക്കുമ്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാവേ. ഇനി ഒരു അര ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഒരു പാൻ ചൂടാക്കി മാവ് കോഴി ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ ദോശ പോലെ നല്ല കനം കുറച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ദോശയും അപ്പവും ഒക്കെ ചുടുമ്പം തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുന്നത് പോലെ ഇത് ചെയ്യരുത്. ഇതിനകത്ത് ചോറ് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉൾഭാഗം അപ്പടി കുഴഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേണം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ കനം കുറച്ച് ചുട്ടെടുക്കുവാണെങ്കിൽ മറിച്ചിടണമെന്ന് താല്പര്യമുള്ളവർക്ക് മറിച്ചിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. പക്ഷേ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചുട്ടെടുക്കണം. ഇനി അപ്പം പോലെ വട്ടം കുറഞ്ഞ കനം കൂടിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണിക്കാം. പക്ഷേ അപ്പം നിർബന്ധമായിട്ടും 2 സൈഡും മറിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഉള്ളു വെന്ത് വരാൻ നല്ല സമയം എടുക്കും ഇങ്ങനെ കനം കൂടി കഴിയുമ്പം. അതുകൊണ്ട് ഒരു മിനിമം 5 മിനിറ്റെങ്കിലും ഒരു സൈഡ് തന്നെ വേവിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ കുഴഞ്ഞിരിക്കും ഉൾഭാഗമേ. ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ. ചോറൊക്കെ ബാക്കി വന്ന് ഇച്ചിരിയൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.